സംസാരമൊക്കെ കേട്ട് വായടഞ്ഞു പോയതാ എന്റെ. അയ്യോ എന്ത് എന്താ ചന്ദ്രൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, ഒന്നും പറയുന്നില്ല. ഞാൻ ഇങ്ങനെ വന്നിട്ട് ചോദിച്ചേ എന്താ പരിപാടി, എന്താ ഇങ്ങനെ ബോറടിച്ചിരിക്കുവല്ലായിരുന്നു ചന്ദ്രൻ. എപ്പോഴാണ് ഈ സാറേനെ കണ്ടത്, പിന്നെ ബോറടിയൊക്കെ മാറി അല്ലേ സാറാ? അതെ എടാ നിന്റെ ഈ കണ്ണാപ്പി രസം എന്താ? കണ്ണാപ്പി രസം എന്താ? അതാ സാറാ മേരി കുര്യൻ എന്നാ കേരളത്തിൽ ആമ്പിള്ളേർ അറിയില്ല. റിജക്ഷൻ, ടോട്ടൽ റിജക്ഷൻ, ടോട്ടൽ റിജക്ഷൻ. അപ്പോ അളിയാ ഇല്ലാത്ത മുഖം ഊരി വീണ അവിടെ. പ്ലീസ് 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 എനിക്കെന്താ, എനിക്കിങ്ങനെ അറപ്പ് വരുന്നു നിന്റെ അടുത്ത് സംസാരിക്കാൻ. അയ്യേ അഴുകിയ ആര് മോത്താണ്. എവന്റെ വിചാര ഇവായിരുന്നു റോമി എന്നവന്റെ വിചാരായ നേരെ പെണ്ണെടുത്ത് പറയുന്നോട് തിരിച്ച് ഇഷ്ടമാണെന്ന്. ഹലോ ഹൃത്തിക് റോഷൻ. ഹലോ ഹലോ ഹൃത്തിക് റോഷൻ, ഞാൻ സന്തോഷപ്പെട്ടിന്റെ മോൻ വെച്ചിട്ട് ആ പെണ്ണെടുത്ത് പ്രപ്പോസ് നിനക്ക് എത്ര ധൈര്യം ഇറങ്ങി. അല്ല നീ എന്താ വിചാരിക്കണം, നീ പോയിട്ട് പെണ്ണെടുത്ത് പോയിട്ട് ഇഷ്ടം പറയുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ എസ് പറയുന്നു. നീ ആര് ഹൃത്തിക് റോഷനാണ്? നീ ആരാ ഹൃത്തിക് റോഷനാ? അളിഞ്ഞ പട്ടി, അളിഞ്ഞവനെ, അളിഞ്ഞവനെ. ഹൃത്തിക് റോഷൻ വിചാരം പോയിട്ട് പെണ്ണെടുത്ത് ഇഷ്ടം എന്ന് പറയുമ്പോ തന്നെ അപ്പൊ തന്നെ സെറ്റ് ആവുന്നുണ്ട് വിചാരം. സമ്മതിപ്പിക്കില്ല, സമ്മതിപ്പിക്കില്ല. എന്ത് സമ്മതിപ്പിക്കണം? ഹലോ ആ ആ ചന്ദ്രല്ലേ? ആ ചന്ദ്രു ആ എന്നെ മനസ്സിലായോ? ഇത് എന്താ ഈ വേറെ നമ്പറിൽ നിന്നൊക്കെ വിളിക്കണേ? ഏത് നമ്പർ? ആര്? ഇതാരാ ഇത്? ഞാൻ പാച്ച വില്ലുമോന്റെ. പാച്ചു പറ, ഇതേ സെയിം സൗണ്ട് ഉള്ള ഒരാളെ എനിക്ക് അറിയാം. അതെന്താ അതൊക്കെ ഇങ്ങനെ കള്ളന്മാരാ ചന്ദ്രൻ. രസമുള്ള എത്ര പേരുണ്ട്. സത്യം പറ പാച്ചു, എന്ത് പറ്റി? എന്ത് വിളിച്ചേ? ചന്ദ്രൻ എന്നെ വില്ലുമോ ഇന്റർവ്യൂവിന് വിടുന്നില്ല. പറയോ വിടാൻ? ഓ പിന്നെന്ത് പറയാല്ലേ, വില്ലുമോ ഇവിടെ ഉണ്ട്. വില്ലുമോ നിങ്ങളുടെ ഗ്യാങ് ഹൗസിലുണ്ട്. ഞാൻ പറയാം ഇപ്പൊ തന്നെ. എന്നെ ഇന്റർവ്യൂവിന് വിടാൻ പറയണേ ഒറ്റയ്ക്ക്. പറയാം ഇപ്പൊ പറയാം. എടാ അതെ വില്ലുമോന്റെ ഗേൾഫ്രണ്ട് വിളിച്ചായിരുന്നേ. വില്ലുമോന്റെ വില്ലുമോനെ, വില്ലുമോനെ. അലീന ഇങ്ങോട്ടൊന്ന്, അലീന ഇങ്ങോട്ടൊന്ന്. അലീനെ വിളിച്ചത് അലീനെ വിളിച്ച് സംസാരിച്ചിട്ട് പോരാത്. അലീന വിളിച്ചോ? അലീന കേട്ടോ. അതെ 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 ഈ വില്ലുമോന്റെ ഗേൾഫ്രണ്ട് വിളിച്ചായിരുന്നേ. ഈ വില്ലുമോൻ ആളെ എന്തോ ഇന്റർവ്യൂ എന്തോ വിടുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കർക്കശമായിട്ട് നിൽക്കുവാന്ന് വില്ലുമോൻ. അപ്പൊ ഞാൻ ഒന്ന് സംസാരിക്കുമെന്ന് വെച്ചു വില്ലുമോനോട്. സംസാരിക്കണോ? എന്താ വലിയക്ക് തോന്നുന്നേ? അല്ല ഞാൻ പറയുമ്പോ മാറ്റണോ? മീൻസ് ഞാൻ ഒരു ചേട്ടനാണല്ലോ. അപ്പൊ ഞാൻ പറയുമ്പോ ചിലപ്പോ കുറച്ച് കാര്യം എടുത്താലോ. വില്ലുമോനെ എവിടെ ഉണ്ട്? എടാ ഇങ്ങോട്ട് വരുവോ? മാർക്കിയ വാസം 2.0 പോണു.
ഇല്ല മോനെ. ആ ഹലോ എടാ പാച്ചൂസ് വിളിച്ചിട്ടേ. ആ എവിടെയാ കണ്ടൂടാ. എടാ പാച്ചൂസിനെ എന്തേലും ഇന്റർവ്യൂ എന്തെങ്കിലും ഇന്റർവ്യൂ എന്തെങ്കിലും എനിക്കറിഞ്ഞൂടാ. ആണോ? അപ്പൊ നീ എന്തോ ഇന്റർവ്യൂവിന് പോട്ടാന്ന് വെച്ചപ്പോ ഞാൻ അവിടെ നിക്കായിരുന്നു. അവിടെ നിക്കണ ഇവള് നീലിനൊക്കെ വിളിച്ച് ഇവനൊന്ന് മാറ്റുവോ, ഇവനൊന്നും ഇവിടെ കൊണ്ടുപോകാൻ പറയേണ്ട ആവശ്യം എന്താ, എന്തിനാണ്? നിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ നിന്നെ മാറ്റുവന്നോ? അവൾക്ക് എവിടേക്ക് പോണം, അപ്പൊ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ പറയേണ്ട ആവശ്യം ഇത് ഞാൻ കേട്ട്. അപ്പൊ ഇങ്ങനെ പറയുന്ന അടുത്ത് ഞാൻ എന്താ പറയണ്ട, ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ പോകണ്ടെന്ന് പറഞ്ഞു. അല്ല നല്ല അല്ല ഒരു അല്ല ചന്ദ്രു ചേച്ചി ഇവൾക്ക് എന്റെ അടുത്ത് ആദ്യമേ പറയാറുന്നല്ലോ ഇന്റർവ്യൂ ഉണ്ട്. എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നപ്പോ ഞാനും പറഞ്ഞു. അതാ പറഞ്ഞത് അവരുടെ മൈൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ. എന്ത് പറയണ്ട അവര് പെണ്ണില്ല അവര് പെണ്ണില്ല അവര് പെണ്ണില്ല കണ്ണാപ്പിന് അങ്ങനെ ഇവിടെ കുത്തി നോക്കിയാൽ ഞാൻ സമ്മതിക്കില്ല. ആരെ ഫ്രണ്ടിൽ വെച്ച് കണ്ണാപ്പിക്ക് പെണ്ണില്ല എന്നുള്ളത് ഉള്ളതാണ്. അവന് ഫ്യൂച്ചറിൽ നല്ലൊരു പെണ്ണെ കിട്ടും. അപ്പൊ അവനിവിടെ കുത്തി നോക്കിയാൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോ സമ്മതിക്കൂല. പിന്നല്ല അലീനെ ഇപ്പൊ വന്നിട്ട് പറയുന്നത് അലീനിക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് ചോദിക്കാം. ചന്ദ്രന്റെ അടുത്ത് പറയാണ്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് പറയാ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ല എന്ത് ഇന്റർവ്യൂ ഇത് സെയിം സാധനം തന്നെ, ഈ സെയിം സാധനം തന്നെ എന്ന് വെച്ചാൽ അലീന ഇപ്പൊ നമ്മുടെ ഇപ്പൊ രായണിനെ എന്നെ വിളിച്ചത് ചന്ദ്രൻ ഇവിടെ നിന്ന് മാറ്റി എനിക്കൊരു വേറെ സ്ഥലത്ത് പോകണം. അല്ല ഞാൻ ചോദിക്കണ വില്ലുമോനെ ഇത് നമുക്കറിയാത്ത ഒരു കാര്യം ഉണ്ടെന്നല്ലേ. എന്ത് ഇന്റർവ്യൂ എനിക്കറിഞ്ഞു. അവൾക്ക് പള്ളിയിൽ നിന്ന് പറഞ്ഞത് പള്ളിയിൽ പാട്ട് പാടാൻ ആ മോനെ നല്ല പള്ളിയില് ദൈവഭയമുള്ള ഒരു കുട്ടീനെ കിട്ടിയില്ലേ? ദൈവഭയമുള്ള കുട്ടീനെ കിട്ടിയില്ലേന്ന്. ഇല്ല എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഞാൻ പണ്ടത്തെ മാതിരി ഞാൻ അടിഞ്ഞാട്ടം നടക്കാൻ പോവാ. ഞാൻ പണ്ട് ലെഫ്റ്റിൽ റൈറ്റിൽ ഞാൻ എത്ര പേസ് ഞാൻ അങ്ങനെ നടക്കാൻ പോവാ. ആനയില്ല നിന്റെ അച്ഛനെ കൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ. നിന്റെ ജോർജ് കുട്ടിയില്ല ജോസ് ഒരു സാധനം വെച്ച് അവനെ നടന്നു. ജോലിക്ക് പോകുന്നുണ്ടോ? പള്ളിയില് സിസ്റ്ററായിട്ട് വല്ലതും പോകുന്നുണ്ടോ? അങ്ങനെ എന്തൊക്കെ നടക്കണ്ടേ എനിക്കറിയത്തൊന്നുമില്ല. മദറല്ലേ പള്ളിയില് മദറല്ലേ ഉള്ളേ? ഒന്നായിരിക്കും. എന്തായാലും അത് ഓക്കെ മനസ്സിലായി. നിന്റെ കാര്യം മനസ്സിലായി. ഞാൻ നോക്കാം. എടാ എന്താണേലും നീ ആ തീരുമാനം എടുക്കട്ടെ. നീ വേറെ ആരോടത്തും ചോദിച്ചിട്ടല്ലേ എടുക്കണ്ടേ? നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തീരുമാനം എടുക്കും. നീ എന്തിനാ മൂട്ടിട്ട് കൊടുക്കണം? അവര് തീരുമാനം എടുത്തോളൂ. നീ അങ്ങ് അത് അവർ തീരുമാനം എടുക്കട്ടെ. അതല്ലേ ഞാനും പറഞ്ഞല്ലോ. അങ്ങനെ എന്താ ചന്ദ്രൻ ഈ കൂട്ടത്തിന്റെ അടുത്ത് എന്തോ ഒരു കൂട്ടം സിസ്റ്റർമാരൊക്കെ മുമ്പിച്ചെന്നൊക്കെ അറിഞ്ഞായിരുന്നല്ലേ? എന്താ അത് പറയാനാണെങ്കിൽ വലിയ കൊറേ. എടാ അതെ ഞാനേ എന്റെ അരിയിൽ എപ്പോഴും തോക്കുണ്ടാവും. മനസ്സിലായില്ലേ? എന്നെ അങ്ങനെ ആർക്കും ചുമ്മാ കൊണ്ട് പറ്റിക്കാൻ പറ്റില്ല. രായര് എന്നെയും തട്ടിക്കൊണ്ട് പോയതാ. നമ്മൾ അപ്പൊ തന്നെ കണ്ണെടുത്ത് അപ്പൊ തന്നെ കത്തി ഊരി വീശിയില്ലേ നമ്മള്. ഞാൻ കേട്ടിട്ട് ചന്ദ്രനെ കൊണ്ടുപോയി പാട്ടൊക്കെ പാടിപ്പിച്ച് എന്തൊക്കെയാ പറഞ്ഞിട്ട് അപ്പൊ തന്നെ നമ്മള് ഊരി വീശിയില്ലേ. എന്റെ കഴുത്തിലാണ്ടാ കത്തി വെച്ച. അപ്പം എന്റെ കഴുത്തില് കത്തി വെച്ചപ്പോ ചന്ദ്രനെ ചെയ്യേണ്ടി വന്ന എന്റെ ഒത്ത സുഹൃത്തല്ലടാ. എന്ത് ചെയ്ത്? എന്റെ കഴുത്തില് കത്തി വെച്ച്. അത്രേ ഉള്ളൂ. ഹലോ പാച്ചൂസേ, എനിക്ക് അധികം അവനടുത്തൊന്നും പറയാൻ പറ്റത്തില്ല. അവന് എന്തോ കുറച്ച് വിഷമമായിട്ടുള്ള എന്തോ കാര്യം ഉണ്ടായെന്നാ പറയുന്നത്.
ഞാൻ പറഞ്ഞു ചന്ദ്രു എനിക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനല്ലേ. ഇന്റർവ്യൂ അത് മനസ്സിലായി. പക്ഷെ എന്തോ അവന് നീലൊക്കെ നിന്നപ്പോഴത്തേക്ക് എന്തോ പാച്ചൂസ് എന്തോ അവൻ്റെ അടുത്ത് അവൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറിയെന്നോ അവനത് ഇഷ്ടപ്പെട്ടില്ലെന്നോ. അപ്പൊ അതുകൊണ്ട് അവനങ്ങ് ചന്ദ്രു അത് പിന്നെ എന്നോട് ജോലിക്ക് പോലെന്ന് പറഞ്ഞു. അപ്പൊ അതവന് വിഷമാവൂന്ന് വെച്ചിട്ടാ ഞാൻ കിട്ടിക്കഴിഞ്ഞ് പറയാൻ വെച്ചിട്ടുണ്ടെന്നാ. പക്ഷെ സമ്മതിച്ചില്ല. എങ്ങനെയായിട്ടൊന്ന് പറഞ്ഞു. എന്തിന്റർവ്യൂ? ഒരു പാട്ട് ടീച്ചറെ. പാട്ട് ടീച്ചറായിട്ടാ? പാട്ട് പാടോ? ചെറുതായിട്ട്. ഒന്ന് പാടി നോക്കട്ടെ. അവന്റെ പള്ളിയിലൊക്കെ കോറസ് പാടാൻ വേണ്ടി അങ്ങനെ ഓ കോറസാ. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ ചന്ദ്രു. വലിയ വലുത് പറയാൻ ചന്ദ്രു ആരാ വിളിക്കുന്നത്? ആ കുട്ടിയാ നിന്റെ പാച്ചൂസ്. ഒന്ന് വിളിച്ചേ. അല്ല എന്നെ വിളിച്ചിട്ട് പറയാൻ പറഞ്ഞു അവൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എന്തായെന്ന് നോക്കിയാ വിളിച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞു വിളിക്കാൻ. എന്താ 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 മിണ്ടല്ലേ മിണ്ടല്ലേ. അതിന്റെ ഇടയ്ക്ക് ദർശനൊക്കെ വിളിക്കുന്നുണ്ട്. ഇത് എല്ലാരും കൂടി ഞാൻ ഹലോ. എന്റെ ഫോണിന്റെ ചാർജ് നിന്നപ്പോ ഞാൻ വേറെ ഫോണിൽ നിന്ന് വിളിച്ചേ. നീ ഇപ്പൊ എവിടെ? ഞാൻ സ്റ്റേഡിയത്തിന്റെ അവിടെ ആരും ഇരിക്കുന്നിന്റെ? അല്ല ഗൺ പവർ ഒക്കെ സെറ്റ് ചെയ്യണ്ടേ? എന്തിന്? എന്നാരും കൊണ്ടുപോയി കഴിഞ്ഞാൽ സെൽഫ് ഡിഫെൻസിന്. നീ മുതുക്കുന്നില്ല? ഇപ്പൊ മുതുക്ക് വരാൻ ഇപ്പൊ വരണം 65. ഇന്റർവ്യൂ പോണ്ട. എന്തിന് ഇന്റർവ്യൂവിന് പോണ്ട. ദർശന. ഓ ദർശനെ കാണാണ്ട് ഞാൻ അയ്യോ. നീ മുതുക്ക. വിട്ടൂടെ പെണ്ണിനടുത്തൊക്കെ? ഇല്ല ഒരു സുഖമില്ല എനിക്ക്. ഈ ദർശനെ കണ്ടു. ചന്ദ്രൻ കൊണ്ടുപോയ സിസ്റ്റർ പാച്ചു ആണെന്നുള്ളത്. വിളിക്കുന്നു. ഒരു മിനിറ്റ് പോരാ. ഹലോ സിസ്റ്ററെ, ഞാൻ മുതുക്കിലുണ്ട്. പറയാ സിസ്റ്ററെ. ഫ്രീയാണ്. അടുത്തല്ല അടുത്ത് എന്റെ ഗ്യാങ്ങിലെ അനിയന്മാരാണുള്ള. വില്ലുമോന്, രായൻ, ഏബില്. വില്ലുമോന്റെ പാച്ചൂസ് വില്ലുമോന്റെ കുട്ടി. അതെ കുട്ടി ഇവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ആണോ? ഇത് സിസ്റ്റർ എങ്ങനെയുണ്ട്? ആണോ? ഓ സിസ്റ്റർ ടിഡിഎമ്മിലൊക്കെ പോവും. പിന്നെ സെൽഫ് ഡിഫെൻസ് ഒക്കെ വേണ്ടേ? ആഹാ ഓക്കെ ഓക്കെ. ഓ സെൽഫ് എന്താ പറഞ്ഞേ? സെൽഫ് ഡിഫെൻസിന് എന്തെങ്കിലുമൊക്കെ ചെയ്താ എന്തെങ്കിലും വേണ്ടേ? അത് ആണോ? സെയിം ഡയലോഗ് ഞാൻ ഒരാളുടെ വായിന്ന് കേട്ടായിരുന്നു ഇപ്പൊ ഇച്ചിരി നേരത്തെ. അല്ല പാച്ചൂസ് കുറച്ച് നേരത്തെ ഇപ്പൊ വലിയൊരു പറയുന്നത് സെൽഫ് ഡിഫെൻസ് എന്ന്. സെൽഫ് ഡിഫെൻസ് രണ്ടും സെൽഫ് ഡിഫെൻസ് എനിക്കാണോ? വേണം 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 വേണം. പിന്നെ അതില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. ഞാൻ മുതുക്കാ. ചേട്ടനോട് പറയണം കേട്ടോ, കുട്ടി വിഷമിച്ചിരിപ്പുണ്ടെന്ന്. ആണോ? സിസ്റ്റർ 5 പറഞ്ഞ പറയട്ടെ. ആരോ പറഞ്ഞു വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞത്. ആ ശരി ശരി പറഞ്ഞേക്കാവേ. കൊച്ചിന്റെ അടുത്താണോ ഇങ്ങനെ പറയുന്ന എടാ കണ്ണാപ്പി? എന്ത് പിന്നെ വാടകയ്ക്ക് ഞാൻ എന്ത് പറയണം? സ്വന്തം തന്നാ ചന്ദ്രു. ഞാനൊരു കാര്യം, ചന്ദ്രു മലയാളി, അലീന മലയാളി, അവിടെ തമിഴ്. ഇതെന്ത്
അവൻ തമിഴിലാ പറഞ്ഞ് ശീലിച്ചത്. നീ എന്റെ അമ്പത്തൂരിന്റെ മോൻ, ഇവ അമ്പത്തൂരിന്റെ മോൻ. ആവശ്യം പറഞ്ഞോണ്ടല്ല അവൻ എന്റെ മോനാ കേട്ടാ. നീലമൂടി അമ്പത്തൂരിന്റെ മോനെ. അലീനെ എടാ പറ. ഞാൻ നിന്നെ കൊല്ലട, നീ സ്വയം ആത്മഹത്യ ചെയ്യോ? മര്യാദക്ക് മുതുക്ക്. അർജന്റ് ഒന്നില്ല, അർജന്റ് എന്താ അർജന്റ്? ഇവിടെ തിരിച്ചാടി മുതുക്കിലോട്. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആക്കിയപ്പോ സമാധാനമായല്ലോ അല്ലേ? എന്ത് റിലേഷൻ? ആര് ബ്രേക്കപ്പ് ആക്കി? എന്തായി പറയുന്നേ? പാച്ചു എന്നുള്ള ചന്ദൻ അറിയത്തില്ല. ആരാ പാച്ചു? നിന്റെ അച്ഛനാ പാച്ചു? പാച്ചൂസാ? ഇപ്പൊ പിന്നെ ആരാ വിളിച്ചത്? എന്നെ വിളിച്ചത് പാച്ചൂസ്. ചന്ദ്രൻ ഒരു കാര്യം പറയട്ടെ. ആ അലീന എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് സംശയം ഉണ്ടാവില്ല. എന്ത്? പിന്നെ പറ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. പറ അലീന പറ, ബാക്കി ഞാൻ കണ്ടിന്യൂ പറ 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 പറ. അന്ന് തട്ടിക്കൊണ്ട് പോയതില് ചന്ദൻ മാറ്റി നിർത്തി. ചന്ദന് ഇഷ്ടം തോന്നിയ കൊച്ചു പാച്ചൂസ് ആയിരുന്നു. ആർക്കിഷ്ടം? നീ ഒരു അപരാധം പറയണോ? എനിക്ക് ആരുടെ ഇഷ്ടം തോന്നുന്നു നീ പറയുന്നത്? നിന്നെ തന്തേർത്താ? സിസ്റ്റർ ഫൈ എന്ന് പറഞ്ഞ് കൊണ്ടുപോയില്ലേ മണ്ടയില്? അത് പാച്ചൂസ് ആയിരുന്നു. നിനക്ക് എന്നറിയാ? ചന്ദ്രന്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാനുള്ള അവള് പ്ലാൻ ആയിരുന്നു. കള്ളി, ലോകഭൂഹ കള്ളിയാണ്. ആര്? നിന്റെ ഗേൾ ഫ്രണ്ടാ? അതെ, അവളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? എനിക്ക് ആരും അറിഞ്ഞൂടാ. കൊറേ പറഞ്ഞിട്ട ആരൊക്കെ വന്ന് ഈശ, അതിഥി, അങ്ങനത്തെ ഒരു കൂട്ടങ്ങളൊക്കെ ആയിരിക്കും. ഒരു കൂട്ടം ആൾക്കാർ രായനെ തട്ടിക്കൊണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. അവൾക്ക് എന്തെങ്കിലും കള്ളത്തിലുണ്ടായിരുന്നെങ്കിൽ അവൾ എന്നെ വിളിച്ചിട്ട് അവരുടെ കൂട്ടത്തിൽ വരാൻ പറയൂ. ഇല്ല, ആ സൈഡ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോ അലീന പറഞ്ഞില്ല കണ്ടിന്യൂ ആവുന്ന കഴിച്ചേ. എനിക്ക് ഡൗട്ട് ഉണ്ട്. അതൊരു ഹണി ട്രാപ്പ് ആണ്. അവള് വേഷം മാറി വന്ന് ചന്ദ്രന്റെ കയ്യിലുള്ള പൈസ. ഞാനങ്ങനത്തെ വീഴത്തില്ല. ചന്ദ്ര ഞാനൊരു പെണ്ണ് കാണാൻ ദർശനം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ ചിന്നമ്മ തൈല പറഞ്ഞൊരു മോളുടെ വാത്സല്യത്തിലാ പറഞ്ഞത്. പിന്നെ അയ്യാ ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരു ചളുക്ക് നിക്കുന്നുണ്ടാ. എനിക്ക് ഇത് അറിഞ്ഞിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സോറി. എന്ത് ഹണി ട്രാപ്പാന്ന് വില്ലുവിനെ പറയുമല്ലേ? ഞാൻ ഒന്ന് സിസ്റ്റർ ഫൈവിന്റെ നമ്പർ ഉണ്ടോ നോക്കട്ടെ, എന്നാ വിളിച്ചു നോക്കാം. നമ്പർ തപ്പി നോക്കട്ടെ. സ്പീക്കർ ഇട്ടെ. വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ വിളിച്ചു തരാലോ. അതെ, ഇത് ഞാൻ പോയി സ്പെഷ്യലായിട്ട് കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ചന്ദ്രവിടക്ക് അവളിങ്ങോട്ട് വരുന്നുണ്ട്. അവളാണ് ചോദിക്കാം. ആണോ? ഞാൻ ആരെങ്ങോട്ട് വരുന്നാരാ? പാച്ചു. പാച്ചുവിനുള്ളി. എന്നാ പാച്ചു സിസ്റ്റർ ഫൈവ് ഒന്നാണെങ്കിൽ അറിയണല്ലോ. ഇന്ന് അറിയണല്ലോ എനിക്ക്. രണ്ടുപേർക്ക് ഒരേ സൗണ്ട് ആണെന്ന് നമുക്ക് തിരിച്ചറിയണല്ലോ. എങ്ങനെ രണ്ടുപേരും ഒരേ സൗണ്ട് ആയി? സംസാര ശൈലി രണ്ടുപേരുടെയും ഏകദേശം ഒരുപോലത്തെ സംസാര ശൈലിയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഒരുപോലെ എല്ലാവരുടെ സൗണ്ട് സിറ്റിയിൽ ഒരുപോലെയൊക്കെ അല്ലേ ഇരിക്കുന്നേ? എന്റെ സൗണ്ട് എനിക്ക് മാത്രമല്ല. അല്ലടാ, എന്നാലും ചില പെമ്പിള്ളേരുടെ സൗണ്ട് ഓൾമോസ്റ്റ് ഒരുപോലെയൊക്കെ ആയിരിക്കില്ലേ ഫോണിലൊക്കെ സൗണ്ട് ഒക്കെ. ഓ, ഇപ്പൊ നിന്റെ ഒന്നുമില്ല. നാളെ என்றும் நம் അത് പാച്ചാണെങ്കിൽ അല്ല എന്ത് ചെയ്യാനാ? ഒന്നും പറഞ്ഞ വഴക്ക് പറയും. നല്ല വഴക്ക് കൊടുക്കും. അല്ല വഴക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂടാ, അല്ലാതെ നമ്മൾ എന്താണ്? അല്ല അല്ലീന പശുവിനെ കൊണ്ട് തീറ്റിപ്പിക്ക. എനിക്ക് തലവേദന എടുക്കണം. ഞാൻ ഹോസ്പിറ്റലിൽ പെട്ടിട്ടെ. വേണ്ട 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 വേണ്ട. ആര് പോണു? വേണ്ട. അല്ല വേണ്ട. രണ്ടിലൊന്നും അറിയാണേ. കുഴഞ്ഞു കൂടാലോ.
പഴയതിലോട്ട് പോണ്ട വരും ഈ പോക്കാണെങ്കിൽ. പഴയതിലോട്ട് എങ്ങനെയാണ് പോണ ഉദ്ദേശിക്കുന്നത്? ചന്ദ്രു ആലോചന ചന്ദ്രു പണ്ട് ഞാൻ വലത്ത് പാച്ചസ് നീ എത്ര വർഷമാടാ? 2 വർഷം. ചന്ദ്രന്റെ മോൻ ഇനി കടൽക്കൊക്കായിട്ട് അറിയപ്പെടും കേട്ടോ. കടൽക്കൊക്കായിട്ട് കരയിലോട്ട് കയറുന്ന എനിക്കൊന്ന് കാണണമല്ലോ. എടാ എന്തിനാണ് അവനെ ഉപദ്രവിക്കുന്നത്? ഫയംബാനാണ് ബാനൊക്കെ അങ്ങ് മേടിക്കും. നീ വാങ്ങും. ഇല്ല അത് ചൈൽഡിനെ കൊള്ളുന്നുള്ള POV വേണം, മനസ്സിലായോ? അല്ല ഞാൻ കുഴപ്പമില്ലടാ, ഞാൻ വെള്ളത്തിന് റിപ്പോർട്ട് ചെയ്യൂടാ. നീ റിപ്പോർട്ട് ചന്ദ്ര ഏ വിളിച്ചേ വരാൻ പറഞ്ഞേ. നമ്പർ നോക്കി ഇപ്പൊ കിട്ടിയുള്ളൂ. ആ നമ്പർ ഉറപ്പില്ല, പക്ഷെ ഒരു എന്റെ ഉള്ള നമ്പർ വിളിച്ച ബിസി. നമ്പർ പറ 520. ചന്ദ്രു ഞാൻ ഒരു കാര്യം പറയട്ടെ. ചന്ദ്രു നമ്പർ ഇടുന്നല്ല പറഞ്ഞേ. അല്ല അതാണ് പറഞ്ഞ ആ നമ്പർ എന്റെ ഇല്ല. അലീന പറഞ്ഞ അലീനയുടെ ഉണ്ട്. അല്ല അതാണ് എന്റെ കൺഫേം ഉണ്ട്. അത് തപ്പി വെക്കാന്ന് പറഞ്ഞ. സിസ്റ്റർ ഫൈലുള്ള നമ്പർ പറ. അലീന നമ്പർ പറയടി. ഇതെന്താ ഇത്? ഹലോ കലിപ്പന്റെ കാന്താരി എത്തി. കലിപ്പന്റെ കാന്താരി കഷ്ടം തന്നെ വില്ലുമോനെ, കഷ്ടം തന്നെ. ഹലോ ഓ ഇത് ഫുള്ള് ഗേൾസ് ആയി. വിളിക്കണ്ട വില്ലുമോനെ വിളിക്കണ്ട. അലീനെ അലിപ്പര് കിട്ടി കിട്ടില്ല. ചോദിക്ക് നീ കൂട്ടാ. അലീന എന്തൊക്കെ ചോദിക്കാൻ അല്ല പാച്ചു അതെ നമ്മള് 2 നമ്പറും കൂടി ചെക്ക് ചെയ്തപ്പോ നിന്റെ നമ്പർ ആന്ന് തെളിഞ്ഞു. ഇല്ല എടി നമ്പർ 1 ആണ്. 2 സിസ്റ്റർ 5ക്ക് പാച്ചിന് ഒരേ നമ്പറാണ്. അപ്പൊ അല്ല പറ, ഞാൻ പറഞ്ഞ ഉത്തരം എന്താ? സിം ഒക്കെ ഫേക്ക് ആക്കി എടുക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞതിന് മറുപടി പറ. സിസ്റ്റർ 5ക്കും നിനക്കും ഒരേ നമ്പർ. ഇപ്പൊ പറയണം, അല്ലെങ്കിൽ ഇവിടെ ചോരക്കളി ആയിരിക്കും. ചോരക്കളി ചോരക്കളി കുറച്ചോരെ എനിക്കറിയാം. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കൊടുക്കാനാ. നീ പൊടി. നമ്പർ നോക്കട്ടെ. ഫോൺ എടുത്ത് എയർപ്ലെയിൻ മോഡ് ഇട്ട് ഞാൻ നോക്കിക്കോ. യൂസർ ബിസി കാണിക്കുന്നത്. എയർപ്ലെയിൻ മോഡാ. നീ അത് ഓഫ് ചെയ്യ്. വെയിറ്റ് ഒരു മിനിറ്റ് നിക്കേ. വെയിറ്റ് ഇവിടെ ഹലോ എന്താ ചന്ദ്രൻ വിളിക്കും. ചന്ദ്രൻ നമ്പർ പറഞ്ഞ നമ്പർ 520. അല്ല നിക്ക് ഒരു മിനിറ്റ്. 520-277-3283 അല്ലേ? ഇതാര നമ്പറാ? നിനക്ക് സിസ്റ്റർ പരിചയമുണ്ടാ? ഇവളാണ് അതാ സിസ്റ്റർ. നീലമുടി ഇട്ട ഹെൽമെറ്റ്. അലീനെ നീയായിരുന്നാ? ചന്ദ്രുവിനെ ഹണി ട്രാപ്പ് ചെയ്യായിരുന്നു. ഇത്ര നീലമുടി ഇവളാണ് ഇവൾ. ഒരേ നമ്പർ. ഞാൻ ഒരു കാര്യം പറയട്ടെ, സത്യം പറഞ്ഞ ഒരു ജീവിത പ്രശ്നമാണ്. നീ ഫ്ലേർട്ട് ചെയ്യാനല്ല എനിക്ക് നല്ലപോലെ അറിയാം. ബിക്കോസ് നിങ്ങൾ എന്നെ അവിടെ വിളിക്കത്തില്ല. സത്യം ഇവളും ഇവളുടെ കൂട്ടുകാരി സ്കാമേഴ്സ്. നമ്മള് കുറച്ച് സംസാരിക്കാം മോനെ ഇങ്ങ് വാ. പാച്ചുവിന്റെ നമ്പർ സിസ്റ്റർ ഫൈൻ നമ്പർ 1. നീ എന്നെ ഈ വെള്ളത്തിൽ ചവിട്ടിലാക്കുവോ? ഒന്ന് അയ്യേ അങ്ങനല്ല. അയ്യേ എനിക്ക് അങ്ങനൊന്നുമില്ല. സിസ്റ്റർ ഫൈൻ വേറെ മറ്റേ കാലമാളെ വിളിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിനക്കറിഞ്ഞൂടാ, പക്ഷെ അവക്കറിയായിരുന്നല്ലേ. അപ്പൊ എന്തിനായിരുന്നു ചോദിച്ചതാ? ചോദിക്കണ്ട. അവര് മാറ്റിയിരുന്നു ചോദിച്ചു.
പറ 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 എന്ത് വിളിച്ചിട്ട് എന്തൊക്കെ തോന്നിയാ നടക്കണേ എടാ പാവപ്പണ്ണി ഏബലെ ചുമ്മാ ഇല്ലേ? പറ്റുന്നില്ല. അല്ല അലീന രായണ്ണ ചന്ദ്ര സിസ്റ്റർ പാച്ചും ഒരേ ആള് എനിക്കൊരു കാര്യം ഈ പറയാം നീ ഒന്നോ രണ്ടോ പറ മോളെ. മതി സിസ്റ്ററായിട്ട് അഭിനയിച്ചതൊക്കെ മതി എന്ത് പറ്റി? രായണ്ണ കൊണ്ടേയില്ല സിസ്റ്റർ ആ കൂട്ടത്തിൽ സിസ്റ്റർ 5 അങ്ങനെ ഒരു ചാൻസ് ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടപ്പോ രായണ്ണ പറയണ കേക്ക് ഈ ചന്ദ്രൻ പറഞ്ഞില്ല സിസ്റ്റർ 5 നമ്പർ ആ നമ്പർ സേവ് നമ്പറാണ് ഇവളുടെ അതെ അത് കൈയോടെ പിടിച്ച് നമ്മൾ ഇല്ലടാ. എല്ലാവർക്കും എന്നെ സംശയം ആര് നീ അഭിനയിച്ചതൊക്കെ സിസ്റ്റർ ആവുമ്പോ മതി ഇപ്പൊ അഭിനയിക്കല്ല നീ രണ്ടു കൊല്ലം ഞാൻ കൂടെ കൊണ്ടുനടന്നവനെ ഞാൻ വിശ്വസിച്ചല്ലേ രായണ്ണ ഹലോ കൂടെ കൊണ്ടുനടന്ന ഒരു 2 കൊല്ലം കൂടെ നടന്നില്ലേ രായണ ഒരു കാര്യം ചോദിക്കേ രായണന്റെ അടുത്ത് രായണ ഒരു ഗേൾഫ്രണ്ട് പറയാ ഇവനൊന്ന് കൊണ്ടുപോ ഇവൻ ഇവിടുന്ന് മാറ്റി നിർത്തും എനിക്ക് വേറെ സ്ഥലത്ത് രായണ കേൾക്കും ആ കേക്കോ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രായന്റെ ബ്രദർ മോളാണ് കേട്ടാ. വെച്ചിട്ട് അവനെ ഈ മര്യാദക്ക് സത്യം പറഞ്ഞു ഞാൻ ജോലി കിട്ടി എനിക്ക് സർപ്രൈസ് ആവും. പച്ചസെ എന്തേലും സത്യം ഉണ്ടോ ഇല്ലേ? എനിക്ക് നമ്പർ ഹണി ട്രാപ്പ് ചെയ്ത് ഇവര് കൂട്ടത്തിൽ എല്ലാരും പൈസ വാങ്ങാൻ വേണ്ടിട്ടാണ് ആ ചന്ദ്രന്റെ പിന്നെ ഉതുക്കണ മരം ഇരിക്കല്ലേ തന്നെ പൈസക്ക് വേണ്ടി പൈസ ഇല്ലടാ. ഞാൻ പറയാം ഇവരൊക്കെയാണ് പൈസക്ക് അല്ലെന്ന് പറഞ്ഞപ്പോ നീയൊക്കെ റിയാക്ട് ചെയ്ത് അപ്പൊ നീയൊക്കെ ഇവരാണ് രായണ്ണ ഇവരാണ് ഈ പരിപാടി പിടിച്ചില്ലേ കൈയോടെ പിടിച്ചില്ലേ തലച്ചോറിനെ വരെ പൊതിച്ചോറ് വെച്ചവരാക്കിയാലോ ഇതിന്റെ കൂട്ടത്തിലൊക്കെ അതെ കടലിലോട്ട് ഒരാൾ പോകുന്നുണ്ടോ? ഹലോ ഹലോ കടലിലോട്ട് ചേട്ടനെ പോലെയല്ലേ ചന്ദ്രു ചന്ദ്രുവിനെ പറ്റിക്കോ ഇല്ല എനിക്കറിയില്ല. അത് കടലിലോട്ട് ആരെങ്കിലും പോകുന്നുണ്ടായിരുന്നോ? ഞാൻ പുതിയൊരു ഷോർട്ട് ഫിലിം ഒരു സെക്കൻഡ് സുഖം തന്നെ സുഖം അവള് മെസ്സേജ് അയച്ചിട്ട് പോടാ അലീന. ചന്ദ്രൻ ഞാൻ ആയിട്ട് ചന്ദ്രന്റെ ലൈഫ് കളയില്ല. ഞാൻ ഫ്രീഡം ഇല്ലാതെ അലിയ നീ ഇങ്ങോട്ടൊന്ന് മറ്റേ അലീന എടാ അലീന മെസ്സേജ് അലീന മെസ്സേജ് ഞാനായിട്ട് ചന്ദ്രന്റെ ലൈഫ് കളയില്ല. ഞാൻ ഫ്രീഡം ഇല്ലാതാക്കില്ല ബൈ എന്ന് കൊണ്ട് മെസ്സേജിട്ട് പോയടാ. കടലിൽ ചാടി ചത്ര അവള് അല്ലെ കടലിലോട്ട് പോകുന്നതാണ് കണ്ടത് അവസാനമായിട്ട്. ഇങ്ങോട്ട് പോയി പറഞ്ഞൂടാ. അതേ പോന്നു അതെ അതല്ലേ ആ വണ്ടിയിടാ ഈ കണ്ട പെമ്പിളരൊക്കെ എന്തിനാ ആട്ടി ചാടാൻ പോണ വല്ലതും വരുമ്പോ? ഇല്ലടി എന്നെ തട്ടിക്കൊണ്ട് അയാളെ ചതിച്ചില്ലേ അവര് അണ്ണനായിട്ട് എന്നിട്ട് ചതിച്ചില്ലേ അവനെ? ചന്ദ്രന്റെ പോയി കള്ളി നീയാണ് ചതിച്ചില്ലേ? ഇതാരാ? ഇഷ ഇവിടെ സിംഗിൾ ആണോ? സിംഗിൾ ആണോ? എവിടെ ഇഷ? അല്ല മന്ദാരത്തിന്റെ ഓ ആ പുൽച്ചാടി മരുന്റെ ആണോ? നിന്റെ തന്റെ സർവറല്ലേ സേഫ് സർവർ കട്ടോണ്ട് പോയെ? എടാ നീ ബാന് വായിക്കാൻ വേണ്ടി നമ്മുടെ ഗ്യാങ് കയറി ഒരുത്തനാടാ. നീ എന്തെങ്കിലും ചെയ്യടാ. എടാ ആ നരന്റെ മുളങ്ങോട്ട് പോയി. ഫോണിൽ വിളി അവിടെ മെസ്സേജ് അയച്ചിട്ട് ഓടിയത് ഞാൻ കട്ടിയാണ്.
ഡേ അമ്മച്ചി അലീന എന്താ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കാം. ആ സിമ്പിൾ ചന്ദ്രൻ പോയതോടെ ഞാൻ പോയെങ്കിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞുണ്ടാക്കിയനെ? ഞാനിപ്പോ ഈ ചെറിയൊരു ഡ്രസ് ഇട്ടതിന് തന്നെ ചന്ദ്രൻ എന്തൊക്കെയാ സിസ്റ്റർ 5 പാച്ചൂസ് ആണെന്ന് ഉറപ്പായി. എന്നിട്ട് ഡിഫൻസ് നിൽക്കുവാണ്. ഞാൻ കണ്ടോണ്ടിരുന്ന കേട്ടോ, ഞാൻ കണ്ടോണ്ടിരുന്ന. എനിക്ക് അറിഞ്ഞൂടല്ലോ ഇതൊക്കെ ആയിരുന്നു. എനിക്ക് അറിഞ്ഞു സിസ്റ്റർ 5 അല്ല. ഞാനൊരു കാര്യം പറയട്ടെ, സിസ്റ്റർ 5 എന്ന് പറഞ്ഞ ആളായിട്ട് എനിക്ക് വലിയ കണക്ഷൻ ഇല്ല. അന്ന് അവിടെ വന്നതിന് ശേഷം പിന്നെ ഞങ്ങള് ഞാൻ പറഞ്ഞ് എന്തിനാ ഇങ്ങനെ വെറുതെ അലീന അടുത്ത് ഓരോ കള്ളങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇതാക്കണേന്നുള്ള രീതിയിൽ ചോദിച്ചാ കുറച്ച് വഴക്കുണ്ടാക്കിയായിരുന്നു. വഴക്കുണ്ടാക്കി ചന്ദ്ര അവൻ പോലും പറയുന്നുണ്ട് ഇത് ഹണി ട്രാപ്പ് ആണെന്ന്. പിന്നെ എന്തിനാണ് ചന്ദ്ര ഇതിൽ നിന്ന് കൊടുക്കുന്നത്? ആരും തേടി എന്നെ ഹണി ട്രാപ്പ് ചെയ്ത് ഞാൻ ഹണി ട്രാപ്പ് അല്ല ഹണി കൊണ്ടുവന്നിട്ട് ട്രാപ്പ് ആക്കും. എന്തിന് ഹണി മാത്രമേ ഉള്ളൂ, കാശില്ല. അല്ല ഐ മീൻ എന്റെ കയ്യില് കാശില്ലല്ലോ, പിന്നെ അവരെങ്ങനെ തന്നെ ഇതാക്കും. ഞാൻ ഇതൊരു ചന്ദ്രൻ നല്ലതിന് വേണ്ടി ചെയ്തിട്ടുള്ളൂ. ചന്ദ്രൻ ആ ഫ്രീഡം ഇല്ലാന്നുണ്ടെങ്കിൽ ചന്ദ്രൻ ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. സൂര്യ ഞാൻ നോക്കിക്കൊള്ളാം. ചതി തരം കിട്ടിയപ്പോ എന്നെ വഞ്ചിക്കാൻ നോക്കുന്നല്ലടാ പട്ടി എന്റെ കൂടെ എന്നിട്ട്. എടാ ഞാൻ ഇപ്പൊ വരാ, ഇതിന്റെ തീരുമാനം ഉണ്ടാക്കിട്ടെ ഇനി വരത്തുള്ളൂ. അലേവാ ഇങ്ങോട്ടെ ഇങ്ങോട്ടെ പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കട്ടാ, അല്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. അതിന്റെ വണ്ടി എടുത്താ നീ ഏതോ പുതിയ പെണ്ണെന്ന് വിചാരിച്ചു, മനസ്സിലായ? പക്ഷെ അവക്കറിയായിരുന്നല്ലോടാ നിന്നെ ചന്ദ്രനാണ്. അല്ലയാ അത് ചോദിച്ചോട്ടെ, ഞാൻ അതാണ് കൺഫേം ചെയ്തിട്ട്. ഈ ബൈക്ക് എനിക്ക് ചെയ്യണ്ടേ നിനക്ക് പറഞ്ഞോണ്ടിരിക്കുന്നു. ഇവള് പറയാ 2 കൊല്ലം കൂടെ നടന്നോണ്ട് ഇവ എന്തൊക്കെയാ പറഞ്ഞു. ഞാൻ സംസാരിച്ചിരുന്നു. പാച്ചസ് ഒന്ന് കയറിയ വണ്ടി കയറിയ ഒന്ന് വണ്ടി കയറിയ പാച്ചസ് ഒന്ന് വണ്ടി കയറിയ ഒന്ന് വണ്ടി കയറി. ഇപ്പൊ ഒരു മിനിറ്റ് ചിലപ്പോ മരിക്കുക.